പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം എല്ലാവരും നോയമ്പിൻ്റെ ചൈതന്യത്തിലാണ്. അജ്ഞത മൂലവും അഹങ്കാരം മൂലവും നാം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവസന്നിധിയിൽ കരുണയാചിക്കുകയാണ്. സഭയോട് ചേർന്ന് പരിഹാര പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണ്. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്കായി. ഇന്ന് നാം ചിന്തിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം അതിലെ 20-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: അവിടുന്ന് പാപം ചെയ്യാൻ ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. മാനവകുലത്തിന് പാപം ചെയ്യാനായി ദൈവത്തിൽ നിന്ന് ഒരു കൽപ്പനയില്ല, അനുവാദവുമില്ല. പക്ഷെ നാം എന്തുകൊണ്ടാണ് പാപം ചെയ്തു പോകുന്നത്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം പരീക്ഷിക്കപ്പെടുന്നത്, നാം പ്രലോഭനത്തിൽ വീഴുന്നത്, നാം പാപം ചെയ്തു പോകുന്നതെല്ലാം സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാവുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. നമ്മുടെ തന്നെ ആഗ്രഹങ്ങൾ നമുക്ക് കെണിയായി മാറുന്നു. ദുർമോഹങ്ങൾ നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നു. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ, ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ദുർമോഹങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണമേ. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നാം പാപത്തിൽ വീണ് കഴിയുമ്പോൾ, പാപത്തിൻ്റെ കുടുക്കിലായി കഴിയുമ്പോൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുമ്പോൾ അറിയാതെയെങ്കിലും ചിലപ്പോൾ പറഞ്ഞു പോകും, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ്. വചനം ശക്തമായി പറയുന്നു, നാം വീണ് കഴിയുമ്പോൾ തൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയാതിരിക്കട്ടെ. എന്തെന്നാൽ താൻ ആഗ്രഹിക്കാത്തത് അവിടുന്ന് ചെയ്യുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുകയാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ദൈവം ഈ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. ജീവനും മരണവും അഗ്നിയും ജലവും കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോയമ്പ് കാലഘട്ടത്തിൽ പാപത്തെ വെറുത്തുപേക്ഷിക്കാനും ജീവൻ തിരഞ്ഞെടുക്കാനുമുള്ള ഒരു ജ്ഞാനത്തിനും ഒരു കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി തയ്യാറായതുപോലെ ഈ നോയമ്പ് കാലഘട്ടങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയാം, യേശുവിൻ്റെ സാക്ഷികളായി മാറാൻ, പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ. ഇതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കട്ടെ, വചനശക്തിയാൽ നിറയ്ക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യം ദൈവഹിതത്തിനനുസൃതമായി, വചനത്തിനനുസൃതമായി ഉപയോഗിക്കാൻ ദൈവം നമുക്ക് ജ്ഞാനവും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.